ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മാജിക്കൽ ഫിനോമിനൺ ഓഫ് ലൈറ്റാണ്, റിഫ്രാക്ഷൻ. വെള്ളം നിറച്ച ഒരു ബക്കറ്റിൽ ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ അത് ചെറുതായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഒരു ശക്തമായ മഴ പെയ്തതിന് ശേഷം ആകാശത്ത് മഴവില്ല് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാത്തിൻ്റെയും ഉത്തരം റിഫ്രാക്ഷനിലൂടെ നമുക്ക് ലഭിക്കും. എന്താണ് റിഫ്രാക്ഷൻ? ബെൻഡിങ് ഓഫ് ലൈറ്റ് when passing from one medium to the other. അതാണ് റിഫ്രാക്ഷൻ. എന്തുകൊണ്ടാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്? നമുക്കറിയാം, ലൈറ്റിൻ്റെ സ്പീഡ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. പക്ഷേ ഇത് വാക്യൂമിലുള്ള സ്പീഡാണ്. വാക്യൂം അല്ലാതെ വേറെ മീഡിയം, ഫോർ എക്സാമ്പിൾ എയർ, വാട്ടർ, ഗ്ലാസ്, ഈ തരം മീഡിയങ്ങളിൽ ലൈറ്റിൻ്റെ സ്പീഡ് മാറും. ഈ ചേഞ്ച് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ് കാരണമാണ് റിഫ്രാക്ഷൻ എന്ന പ്രതിഭാസം സംഭവിക്കുന്നത്. Suppose a ray of light is entering a glass slab. ലൈറ്റ് റേ ഗ്ലാസ് സ്ലാബിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് Pനെ നമുക്ക് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കാം. ലൈറ്റ് റേ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ വരച്ചിട്ടുള്ള നോർമലുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. റിഫ്രാക്റ്റ് ചെയ്തതിന് ശേഷം അതേ ലൈറ്റ് റേ നോർമലുമായി ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പേരാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ലൈറ്റ് ഒരു മീഡിയം 1ൽ നിന്നും മീഡിയം 2ലേക്ക് പോയി തിരിച്ച് മീഡിയം 1ലേക്ക് തന്നെ വരുന്ന കേസിൽ ലൈറ്റ് റേ ആദ്യം പോയിരുന്ന പാത്ത് തന്നെ നമ്മൾ മുന്നിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും റിഫ്രാക്റ്റ് ചെയ്ത ലൈറ്റ് റേ ട്രേസ് ചെയ്യുന്ന പാത്തും പാരലൽ ആയിരിക്കും. ഇത് എന്തുകൊണ്ടാണെന്നും റിഫ്രാക്ഷനെ ഗവേൺ ചെയ്യുന്ന മെയിനായ ലോസ് എന്താണെന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് ലോ ഓഫ് റിഫ്രാക്ഷൻ പറയുന്നത് ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്റ്റഡ് റേയും എപ്പോഴും ഒരേ പ്ലെയിനിലാണ് കാണപ്പെടുക. രണ്ടാമത്തെ ലോ സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ ആണ്. ഈ ലോ പറയുന്നത് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഫോർ ഗിവൺ കളർ ആൻഡ് പെയർ ഓഫ് മീഡിയ. എന്താണ് ഇതിൻ്റെ അർത്ഥം? റിഫ്രാക്ഷൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ലൈറ്റിൻ്റെ കളറും റിഫ്രാക്ഷൻ സംഭവിക്കുന്ന മീഡിയങ്ങളും സെയിം ആയിരിക്കെ സൈൻ ഓഫ് ഐ ബൈ സൈൻ ഓഫ് ആർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ കോൺസ്റ്റൻറ്റിൻ്റെ പേരാണ് എൻ മീഡിയം, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് of second medium with respect to first medium. Refractive index of second medium with respect to first medium is equal to nr by ni. nr എന്നത് സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ni എന്നുള്ളത് ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n is equal to c by v. c എന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം. v എന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. ഫോർ എക്സാമ്പിൾ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു 1.33 എന്ന് വിചാരിക്കുക. ഇതിൻ്റെ അർത്ഥം ലൈറ്റ് ട്രാവൽസ് 1.33 ടൈംസ് ഫാസ്റ്റർ ഇൻ വാക്യൂം ദാൻ ഇൻ വാട്ടർ. ലൈറ്റ് പാസസ് ഫ്രം റെയറർ ടു ഡെൻസർ മീഡിയം എന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം n1 വിൽ ബി ലെസ് ദാൻ n2. ഫ്രം സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു n2 ബൈ n1. ഇതിൽ നിന്ന് നമുക്ക് കിട്ടും n2 ബൈ n1 ഇസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ സൈൻ ഐ വിൽ ബി ഗ്രേറ്റർ ദാൻ സൈൻ ആർ. അതിനർത്ഥം ഐ വിൽ ബി ഗ്രേറ്റർ ദാൻ ആർ, അതായത് ലൈറ്റ് ബെൻഡ്സ് ടുവേർഡ്സ് ദ നോർമൽ. നേരെ തിരിച്ചാണെങ്കിലോ, ഡെൻസർ ടു റെയറർ മീഡിയം n1 is greater than n2. അതായത്
n2 by n1 is less than 1. ഈ കേസിൽ sin I will be less than sin R. അതായത് I will be less than R. അപ്പോൾ light bends away from the normal.